കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് നിർത്താതെ പോയ പാറശാല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. SHO അനിൽകുമാറിനെതിരെയാണ് നടപടി. അനിൽകുമാർ ഇപ്പോഴും ഒളിവിലാണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, രാജനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വകുപ്പ് തല നടപടി വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോഴും SHO ഒളിവിൽ തന്നെ തുടരുകയാണോ? അതെ ദിവ്യ, SHO ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. SHOയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ നടപടി, വകുപ്പ് തല നടപടിയുടെ ഭാഗമായി SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ കിളിമാനൂരിൽ കഴിഞ്ഞ 7-ാം തീയതിയാണ് വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. ഈ വയോധികനെ വാഹനമിടിച്ച് തെറിപ്പിച്ചു പോവുകയായിരുന്നു. SHOയുടെ വാഹനമാണെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടില്ലായിരുന്നു. ഒരു അജ്ഞാത വാഹനം ഇടിച്ചു എന്ന തരത്തിലായിരുന്നു ഈ വാർത്തകളൊക്കെ പുറത്തു വന്നത്. മണിക്കൂറുകളോളം ഈ വയോധികൻ, ഈ രാജൻ ഈ നടു റോഡിൽ കിടക്കേണ്ടി വന്നു, ചോര വാർന്ന് കിടക്കേണ്ടി വന്നു. അത്തരത്തിൽ അലക്ഷ്യമായ ഒരു രീതിയിൽ വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് SHOയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ SHOയുടെ വാഹനമാണ് രാജനെ ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞത് എന്ന ഒരു കണ്ടെത്തലിലേക്ക് പോലീസിനെ എത്തിച്ചത്. കൂടാതെ തന്നെ ഈ ഒരു CCTV ദൃശ്യങ്ങൾ കിട്ടിയതിന് ശേഷം ടോൾ പ്ലാസയിലൂടെ ഈ വാഹനം കടന്നു പോകുന്ന ദൃശ്യത്തിൽ ഇത് SHO അനിൽകുമാർ ആണെന്ന് തെളിയുകയായിരുന്നു. കൂടാതെ തന്നെ ഇതിന്റെ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ വണ്ടിയുടെ മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന രീതിയിലായിരുന്നു ഈ ഒരു കേസിന്റെ പോക്ക്. തുടർന്ന് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അടക്കം തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഈ SHO അനിൽകുമാറിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിരുന്നു. അതിനു മുന്നേ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലെത്തിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ഇതിൽ രാജനെ ഇടിച്ചത് SHO തന്നെയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ SHOയ്ക്കെതിരെ ഒരു വകുപ്പ് തല നടപടി വന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാൻ, ഇയാളെ വാഹനം ഇടിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ വാഹനം ഇടിച്ച് നടു റോഡിൽ കിടക്കുന്ന ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ചെയ്ത ഒരു നടപടിയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതും ഒരു SHOയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച വന്നിരിക്കുന്നത്. അത്തരം FIRൽ പോലും ഇത് കുറിപ്പിട്ട് എഴുതിയിട്ടുണ്ട്. ഈ അലക്ഷ്യമായ ഈ ഒരു കൈകാര്യം ചെയ്യലിനെ കുറിപ്പിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ടാണ് ഈ ഒരു കേസിനെ എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ SHOയെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായിട്ട് ഇതിൽ അനിൽകുമാർ എവിടെയാണ് എന്ന സംബന്ധിച്ച സൂചനകൾ എന്തെങ്കിലും പോലീസിനുണ്ടോ? ഇയാൾക്കായുള്ള തെരച്ചിൽ നടക്കുന്നില്ലേ? അതെ, ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഒരു സ്ഥിതിഗതിയാണ്. ഇന്നലെ ഇയാളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇയാൾ ഒളിവിലാണെന്ന് പറയപ്പെടുന്നു. അതിൽ ഒരു യാദൃശ്ചികതയുണ്ട് ദിവ്യ. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ്. അത് മാത്രമല്ല, ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇയാളുടെ ഔദ്യോഗികമായിട്ട് ഇത്ര കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അയാളെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുക, ഇത്ര തിരച്ചിൽ നടത്തിയിട്ടും കിട്ടാതിരിക്കുക, അതിലൊരു അസ്വാഭാവികതയുണ്ട്. അത്തരത്തിൽ തിരച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ സസ്പെൻഷൻ നടപടി അടക്കം വന്നതിന് ശേഷം ജാമ്യത്തിനൊക്കെ ഈ SHO ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലാണ് കേസ് വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ വയോധികനെ, ഈ രാജനെ ഇടിച്ചിട്ടത് മാത്രമല്ല, മണിക്കൂറുകളോളം ഇയാൾ റോഡിൽ കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു വീഴ്ചയിൽ എന്തായാലും ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികന് വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ SHO അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.